ഹലോ മക്കളെ, നമ്മൾ ഇന്ന് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 65-ാം വിശേഷാൽ പതിപ്പിലുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പോർഷനാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥിരം നമ്മുടെ PSC ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബുക്കിലെ ചോദ്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാണ്. കാരണം ഇതിൽ ചോദ്യോത്തരങ്ങളായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് 1 by 1 ചോദ്യങ്ങളായി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബോറടിക്കും, അല്ലെങ്കിൽ കുറെ പേർക്കൊക്കെ അത് മനസ്സിലാകാതെ വരും. അതുകൊണ്ട് നമ്മളൊരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നു. അതിനുശേഷം നമുക്ക് ക്ലാസ്സിലെ ഓരോരോ 1 by 1 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വായിക്കാം. അപ്പൊ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ്. നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള പഠനശാഖ എന്ന് പറഞ്ഞ് പഠിക്കാറുണ്ടല്ലേ. അതേപോലെ തെരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന ഒരു പഠനശാഖയുണ്ട്. എന്താണ്? തെരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന പഠനശാഖയാണ് സെഫോളജി എന്ന് പറയുന്നത്. എന്താണ് സെഫോളജി? അപ്പോൾ സെഫോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. തെരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന പഠനശാഖയാണ് സെഫോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? നമുക്കറിയാം, നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ആണ് അല്ലെ. ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്, ഇന്ത്യ റിപ്പബ്ലിക് ആയത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് തൊട്ട് മുമ്പത്തെ ദിവസം 1950 ജനുവരി 25 ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് അറിയാലോ. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ 324 വരെ എന്തിനെ കുറിച്ചാണ്? ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട്. ഈ ജനുവരി 25 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? സമ്മതിദാന ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ജനുവരി 25 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ആ ജനുവരി 25 നമ്മൾ സമ്മതിദാന ദിനമായിട്ട് ആചരിക്കുന്നു. അത് എന്നു മുതലാണ് ജനുവരി 25 സമ്മതിദാന ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 മുതലാണ്. 2011 മുതലാണ് നമ്മൾ ജനുവരി 25 സമ്മതിദാന ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അടുത്തതായിട്ട് നമ്മുടെ PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടേക്കുള്ള ഇലക്ഷൻ ആണ് നടത്തുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അല്ലെ. അപ്പൊ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടേക്കുള്ള തെരഞ്ഞെടുപ്പുകളാണ് നടത്തുന്നത് എന്ന് ചോദിച്ചിട്ട് നമുക്ക് പലതരം ഓപ്ഷൻ അല്ലെ. നിയമസഭ ഇലക്ഷൻ, അതേപോലെ തന്നെ ലോക്സഭ ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഓപ്ഷനായി തരാറുണ്ട്. നിങ്ങൾ ഇതിനോടകം അത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ നടത്തുന്നുള്ളൂ. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് ഇലക്ഷൻ നടത്തുന്നത്. ബാക്കി വരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, നിയമസഭ ഇവിടേക്കെല്ലാം ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ നമ്മുടെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതേപോലെ തന്നെ നമ്മുടെ ലോകസഭ, രാജ്യസഭ ഒന്നും ആർക്കും കൺഫ്യൂഷൻ വരില്ല. പക്ഷെ നിയമസഭ എന്ന് കേൾക്കുമ്പോൾ ചിലവർക്ക്, ആദ്യമായി പഠിക്കുന്നവർക്ക് സംശയം വരും. നിയമസഭ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് തോന്നും. അല്ല, നിയമസഭയും ആര് തന്നെയാണ്? നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് എലക്ഷൻ നടത്തുന്നത്. ഇനി നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ നൽകിയിട്ടുണ്ട്. നമ്മളതൊന്ന് പഠിച്ചിരിക്കണം. തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ. നമുക്കറിയാലോ, തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ. പല ഘട്ടങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഡേറ്റ് ഉണ്ടാവും അല്ലെ, വോട്ടെടുപ്പ് നടക്കാനുള്ള ഡേറ്റ് ഉണ്ടാവും, വോട്ടെണ്ണലിനുള്ള ഡേറ്റ് ഉണ്ടാവും, ഫലം പ്രഖ്യാപിക്കുന്ന ഡേറ്റ് ഉണ്ടാവും ഇല്ലേ. അങ്ങനെ ഇതുമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട വിവിധ തീയതികൾ പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, തെരഞ്ഞെടുപ്പിനുള്ള ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും ആര് തന്നെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ അല്ലെ, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കല് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്.
വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ, തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കൽ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. നമുക്ക് കേൾക്കുമ്പോൾ എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടി പറയാണ്. തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, പെരുമാറ്റ ചട്ടങ്ങൾ രൂപീകരിക്കൽ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, എന്താണെന്നറിയോ, ഈ മണ്ഡലങ്ങളുടെ ക്രമീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ലേ, അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണെന്ന് തോന്നും അല്ലെ, മണ്ഡലങ്ങൾ ക്രമീകരിക്കല്. പക്ഷെ മണ്ഡലങ്ങൾ ക്രമീകരിക്കല് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ല. അതിനുവേണ്ടി ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കമ്മിറ്റി ഉണ്ട്. എന്താണ് ഡീലിമിറ്റേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ട്. അവരാണ് ഈ മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കുന്നത്. അപ്പൊ മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കുണ്ട്, ജെറി മാൻഡറിങ്. എന്താണ് വാക്ക്? ജെറി. നമ്മുടെ ടോം ആൻഡ് ജെറി ഇല്ലേ, അതിൽ ജെറി തന്നെ. ജെറി മാൻഡറിങ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ജെറി മാൻഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണകരമാകുന്ന വിധത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ജെറി മാൻഡറിങ്. ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പ് അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഈ മണ്ഡലങ്ങളെ പുനഃക്രമീകരിക്കുന്ന അല്ലെങ്കിൽ മണ്ഡലങ്ങളെ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ജെറി മാൻഡറിങ് എന്ന് പറയുന്നത്. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായങ്ങൾ, ഓരോരുത്തരുടെയും പ്രായങ്ങൾ സ്ഥിരം PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണല്ലോ. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ ഈ പ്രായങ്ങൾ പഠിക്കുന്നത് എപ്പോഴും മുകളിൽ നിന്ന് അടിയിലേക്ക് വരുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും വയസ്സെന്ന് പറയുന്നത് 35 വയസ്സാണ് അല്ലെ. 35 വയസ്സൊക്കെ വേണ്ടേ കുറച്ച് പക്വതൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ 35 വയസ്സാണ് രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും. മനസ്സിൽ ഉറപ്പിച്ചോ, 35 വയസ്സാണ് രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും. ഇനി രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കഴിഞ്ഞ് തൊട്ട് താഴെ ആരാണ്? നമ്മുടെ രാജ്യസഭയാണ് അല്ലെ, അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന അല്ലെ, ഉപരിസഭ എന്നറിയപ്പെടുന്ന രാജ്യസഭ. അപ്പൊ രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായം ഈ 35-ൽ നിന്നും 5 കുറയ്ക്കുക. എത്രയാണ്? 30 വയസ്സാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായം. ഇനി ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായവും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായവും തുല്യം തന്നെയാണ്, ലോകസഭയും നിയമസഭയും. അപ്പൊ ലോകസഭ, നിയമസഭ. ലോകസഭ എന്ന് പറഞ്ഞാൽ ലോവർ ഹൗസ് എന്നല്ലേ പറയാ. അപ്പൊ രാജ്യസഭയുടെ താഴെയാണെങ്കിൽ ഒരു 5 കൂടിയും കുറയ്ക്കുക. അപ്പൊ എത്രയാണ്? 30-ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ 25 അല്ലെ. 25 ലോകസഭയിലേക്കും നിയമസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും മത്സരിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത്. ഇനി അതിന് താഴെ എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിപ്പോ പഞ്ചായത്തുകളാവാം നഗരസഭകളൊക്കെ ആവാം അല്ലെ, അവിടേക്ക് മത്സരിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ്. 21 വയസ്സാണ് നഗരസഭകളിലേക്കും പഞ്ചായത്തുകളിലേക്കൊക്കെ മത്സരിക്കാനുള്ള പ്രായം. അപ്പോൾ ഓർത്ത് നോക്കിയേ, നമ്മൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി 35 വയസ്സ് ഉറപ്പിച്ചില്ലേ? രാഷ്ട്രപതി ഉപരാഷ്ട്രപതി 35 വയസ്സ്. അതിന് തൊട്ട് താഴെ രാജ്യസഭ, അപ്പൊ 5 കുറച്ചു 30 വയസ്സ്. അതിന് തൊട്ട് താഴെ ലോകസഭയും നിയമസഭയും വീണ്ടും 5 കുറച്ചു 25 വയസ്സ്. അതിന് തൊട്ട് താഴെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള്, അത് 21 വയസ്സാണ്. ഇനി ഒരു പൗരന് വോട്ട് ചെയ്യണമെങ്കിൽ ഉള്ള പ്രായപരിധി എത്രയാണ്? ഒരു പൗരന് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 വയസ്സ് പൂർത്തിയാകണം അല്ലെ. 18 വയസ്സ് പൂർത്തിയായെങ്കിൽ മാത്രമേ ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അപ്പൊ അതിന് നമ്മൾ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയും. നമ്മുടെ ആർട്ടിക്കിൾ 326, നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 326-ലാണ് പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമാണത്. ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇപ്പോൾ അത് മാത്രം പഠിച്ചാൽ പോരാ. കാരണം ഇപ്പോൾ PSC എന്താണ്, PSC ചോദിച്ച ചോദ്യങ്ങളല്ലല്ലേ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പണ്ട് അടിയന്തരാവസ്ഥ പഠിക്കുകയാണെങ്കിൽ ആകെ നമുക്ക് 352, 356, 360 ഇത് 3 ആർട്ടിക്കിൾ മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പഠിക്കുമ്പോഴും നമ്മൾ 326 മാത്രം പഠിച്ചാൽ പോരാ, 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിളുകൾ പഠിച്ചിരിക്കണം. 324 മുതൽ 329 വരെയാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? തെരഞ്ഞെടുപ്പിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ നമുക്കതൊന്ന് എന്തൊക്കെയാണെന്ന് ഓടിച്ചു നോക്കാം. പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ആർട്ടിക്കിൾ 324 നിന്നാണല്ലേ തുടങ്ങുന്നത്. 324-ൽ നിന്നുമാണ്.
അപ്പൊ 324 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണം അല്ലെ. ഒരു തെരഞ്ഞെടുപ്പ് ആരാണ് നിയന്ത്രിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു തെരഞ്ഞെടുപ്പിന് ആരാണ് മേൽനോട്ടം വഹിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു തെരഞ്ഞെടുപ്പിന് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുള്ള ഇത്തരം അവകാശങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ മേൽനോട്ടം, നിർദ്ദേശങ്ങള്, നിയന്ത്രണം, ഇതിനെ കുറിച്ചൊക്കെയാണ് ആർട്ടിക്കിൾ 324 പറയുന്നത് അല്ലെ. അപ്പൊ ആർട്ടിക്കിൾ 324 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടത്, മേൽനോട്ടം വഹിക്കേണ്ടത്, അതേപോലെ തന്നെ നിയന്ത്രിക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ 324. അപ്പൊ 324 അവിടെ സെറ്റ് ആയില്ലേ. ഇനി ആർട്ടിക്കിൾ 325 ഇനി ഇലക്ഷൻ വേണം നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്താണ്? ഒരു വോട്ടർ പട്ടിക വേണം അല്ലെ. വോട്ടർ പട്ടിക വേണ്ടേ? അപ്പൊ ആർട്ടിക്കിൾ 325 വോട്ടർ പട്ടികയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വോട്ടർ പട്ടികയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 325. ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഇത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. മതം, വംശം, ജാതി അല്ലെങ്കിൽ ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക വോട്ടർ പട്ടികയിൽ ആരെങ്കിലും ഉൾപ്പെടുത്താനോ ഇനി ഉൾപ്പെടുത്തണമെന്നുള്ള അവകാശം പറയാനോ പാടില്ല. മനസ്സിലായോ? ഞാൻ ഇന്ന മതത്തിൽ പെട്ടതാണ്, ഇന്ന വർഗത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തണമെന്ന് അവകാശപ്പെടാനോ ഒരു വ്യക്തിക്കും അവകാശമില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയും യോഗ്യനല്ല. മനസ്സിലായേ? വോട്ടർ പട്ടിക ഒന്നേ ഉള്ളൂ അല്ലെ. ആ വോട്ടർ പട്ടികയിൽ ജാതി നോക്കൂല, മതവും നോക്കൂല, വർഗവും നോക്കൂല, ലിംഗവും നോക്കൂല. എന്താണ്? ഇന്ത്യൻ പൗരനാണോ, 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടോ അല്ലെ, നമ്മൾ അതിൽ നമുക്ക് പേരിൽ കിട്ടും അല്ലെ. അപ്പൊ ഒരിക്കലും ജാതി, മതം, വർഗം, ലിംഗം, ഭേദം ഇതൊന്നും വെച്ചിട്ട് പ്രത്യേകമായിട്ടൊരു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഇനി ഉൾപ്പെടുത്തണമെന്ന് അവകാശപ്പെടാനുള്ള യോഗ്യതയും ഒരാൾക്കും ഇല്ല. അതും കൂടിയും അതിലുണ്ട്. അടുത്തത് ആർട്ടിക്കിൾ 326 അല്ലെ. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. എന്താണ്? പ്രായപൂർത്തി വോട്ടവകാശം അല്ലെ. ലോകസഭയിലേക്കാണെങ്കിലും സംസ്ഥാന നിയമസഭകളിലേക്കാണെന്നുണ്ടെങ്കിലും പ്രായപൂർത്തി വോട്ടവകാശം ഉണ്ട് അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 326. PSC സ്ഥിരം ചോദിക്കാറുള്ളതാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 326. അപ്പൊ 324, 325, 326 സെറ്റായോ? 324 എന്താണ്? ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേൽനോട്ടം, നിയന്ത്രണം, നിർദ്ദേശം ഇതൊക്കെ ആർക്കാണ്? ഈ ചുമതലകളെല്ലാം ആർക്കാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി 325 എന്ന് പറയുമ്പോൾ ഒരു വോട്ടർ പട്ടിക വേണമല്ലേ. വോട്ടർ പട്ടികയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 325. 326 ഈ വോട്ടർ പട്ടികയിൽ പേര് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രായപൂർത്തിയാവണം അല്ലെ. അപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. ഇനി 327, 328, 329 ഇത് മൂന്നും അധികാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് 327 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിയമസഭയിലേക്കുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. എന്താണ്? നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട് അല്ലെ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 327. ഇനി 328 പറയുന്നത്, നേരത്തെ പറഞ്ഞത് പാർലമെന്റിന്റെ അധികാരമാണെങ്കിൽ അടുത്തത് പറയുന്നത് നമ്മുടെ നിയമസഭകളുടെ അധികാരമാണ്. അതായത് ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ആ നിയമസഭയ്ക്കും എന്തുണ്ട്? അധികാരമുണ്ട് അല്ലെ. വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ആ നിയമസഭയ്ക്കും അധികാരമുണ്ട്. ഇനി 329 എന്താണെന്നറിയോ പറയുന്നത്? കോടതികൾക്ക് അധികാരമില്ല എന്നാണ് പറയുന്നത്. എന്തിന് അധികാരമില്ല? തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഇടപെടാൻ ആർക്ക് അധികാരമില്ല? കോടതികൾക്ക്. അതായത് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ നിന്നും കോടതികളുടെ ഇടപെടൽ തടയുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 329 അപ്പൊ ആദ്യത്തെ 3 ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. 324 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് പറഞ്ഞിരിക്കുന്നു. 325 വോട്ടർ പട്ടികയെ കുറിച്ചിട്ടും 326 പ്രായപൂർത്തി വോട്ടവകാശത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പിന്നെ പറയുന്നത് മൂന്നും അധികാരമാണ്. ആദ്യം പറഞ്ഞത് പാർലമെന്റിന്റെ അധികാരം. നിയമസഭ ഇലക്ഷനെ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട്.
രണ്ടാമത് പറഞ്ഞത് നിയമസഭകളുടെ അധികാരം. നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ആ സംസ്ഥാനത്തിന്റെ നിയമസഭകൾക്ക് അധികാരമുണ്ട്. മൂന്നാമത് പറഞ്ഞത് അധികാരമില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. എന്താണ്? ഈ ഇലക്ഷനിൽ ഇടപെടാൻ ആർക്ക് അധികാരമില്ല? കോടതികൾക്ക് അധികാരമില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ കോടതികളെ തടയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 329. അപ്പൊ കോടതിയെ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഇടപെടുന്നത് തടയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 329. കിട്ടിയോ? ഒന്നും കൂടി പറയട്ടെ. ആർട്ടിക്കിൾ 324 എന്താണ്? 324 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ള മേൽനോട്ടം, നിയന്ത്രണം, അല്ലെ, നിർദ്ദേശം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു, അല്ലെ. 325 വോട്ടർ പട്ടികയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മതം, വംശം, ജാതി, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തണമെന്ന് അവകാശപ്പെടാനോ ഒരു വ്യക്തിക്കും യോഗ്യനല്ല. 326 എന്താണ്? പ്രായപൂർത്തി, വോട്ടവകാശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 327 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. 328 സംസ്ഥാനത്തിന്റെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ആ സംസ്ഥാനത്തെ നിയമസഭകൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. 329 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയുടെ ഇടപെടൽ തടയുന്നു. കിട്ടിയില്ലേ? അപ്പൊ ആർട്ടിക്കിൾ സെറ്റ് ആയില്ലേ? 324 മുതൽ 329 വരെ. ഇനി അടുത്തത് നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്നെ 2 തരത്തിലുള്ള തെരഞ്ഞെടുപ്പുണ്ട്, അല്ലെ. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പുണ്ട്, പരോക്ഷ തെരഞ്ഞെടുപ്പുണ്ട്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരിട്ട് തെരഞ്ഞെടുക്കുക. പരോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾ നേരിട്ടല്ല തെരഞ്ഞെടുക്കുന്നത്, നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കുക, അല്ലെ. അതായത് നമ്മ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതേപോലെ തന്നെ രാജ്യസഭ, അല്ലെ. ഇതൊക്കെ ഇവിടേക്കൊക്കെ നമ്മൾ നേരിട്ടാണോ തെരഞ്ഞെടുക്കുന്നത്? അല്ലല്ലോ. രാഷ്ട്രപതിനെ നമ്മൾ നേരിട്ടല്ല, ഉപരാഷ്ട്രപതിയെ നമ്മൾ നേരിട്ടല്ല തെരഞ്ഞെടുക്കുന്നത്, രാജ്യസഭയിലെ അംഗങ്ങളെയും നമ്മൾ നേരിട്ടല്ല തെരഞ്ഞെടുക്കുന്നത്. പകരം നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇവിടേക്കുള്ള ഇലക്ഷനൊക്കെ എന്താണ്? പരോക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇനി ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടി ശ്രദ്ധിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുന്നതും ഒരു പരോക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ നമ്മുടെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും, നമ്മുടെ മെമ്മറിയിലേക്ക് പെട്ടെന്ന് പോകും. പക്ഷെ നമ്മൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മിക്കപ്പോഴും ശ്രദ്ധിക്കില്ല. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളാണെങ്കിലും രാഷ്ട്രപതി ആണെങ്കിലും ഉപരാഷ്ട്രപതി ആണെങ്കിലും ഒക്കെ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതിയിൽ കൂടിയാണ് വരുന്നത്. എന്നാൽ നമ്മുടെ നിയമസഭ, ലോകസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നിയമസഭ, ലോകസഭയിലേക്കൊക്കെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം പ്രത്യക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇനി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ ഭരണഘടനയിൽ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. എന്നാൽ നമ്മൾ ഏത് രാജ്യത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനോടാണ്. കാരണം ബ്രിട്ടൻ ആണല്ലോ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ ഇവിടെ കൊണ്ടുവന്നത്, അല്ലെ. ആ സമയത്തൊക്കെ ഇവിടെ ബ്രിട്ടൻ അല്ലേ ഭരിച്ചിരുന്നത്. അപ്പൊ അതുകൂടാതെ ഇവിടെ തെരഞ്ഞെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്, അല്ലെ. പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനാണ്. നമ്മുടെ ഭരണഘടന എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ് രീതികൾ കുറച്ചും കൂടി വ്യത്യാസമാണ്, അല്ലെ. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട്, ഇല്ലേ. ഒരു ഇലക്ടറൽ കോളേജ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അപ്പൊ ഈ ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരാണ്, അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നിട്ടാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. അതായത് നമ്മള് ലോകസഭയിലെയും രാജ്യസഭയിലെയും അതേപോലെ തന്നെ നിയമസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങളാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിനെ തെരഞ്ഞെടുക്കുന്നത്. അതായത് ഈ സഭകളിലെല്ലാം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഉണ്ടാവും, അല്ലെ.
അതായത് ഇപ്പോൾ രാജ്യസഭയിലെ 12 മെമ്പേഴ്സ്, മൊത്തം 250 മെമ്പേഴ്സിൽ 12 പേര് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതാണ് അല്ലെ. കലാ, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ നിന്നും രാഷ്ട്രപതി തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതാണ് 12 മെമ്പേഴ്സ്. ഇവർക്കൊന്നും തന്നെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളുണ്ടല്ലോ, ലോകസഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് മാത്രമേ ഇതിലേക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ നാമനിർദ്ദേശം ചെയ്ത വ്യക്തികൾക്ക് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അവകാശമില്ല. രാഷ്ട്രപതി വലിയ പുള്ളിയല്ലേ, അപ്പൊ രാഷ്ട്രപതി എന്ന് വെച്ചാൽ ഏറ്റവും ഇന്ത്യയുടെ പ്രഥമ പൗരനാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ലോകസഭയിലെയും രാജ്യസഭയിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. കിട്ടിയോ? എന്നാൽ ഉപരാഷ്ട്രപതിയാണെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളൊന്നും വേണമെന്നില്ല, എല്ലാവർക്കും വോട്ട് ചെയ്യാം. പക്ഷെ നിയമസഭ ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? ലോകസഭയും രാജ്യസഭയും ഉള്ളൂ. ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾ ചേർന്നിട്ടാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. രണ്ടും വ്യത്യാസം മനസ്സിലായോ? നമ്മുടെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ലോകസഭ, രാജ്യസഭ, നിയമസഭ. ഏതൊക്കെയാണ്? ലോകസഭ, രാജ്യസഭ, നമ്മുടെ സംസ്ഥാനങ്ങളിലെ നിയമസഭ. കൗൺസിൽ ഇല്ല കേട്ടോ. ചില സംസ്ഥാനങ്ങൾക്ക് എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട് അല്ലെ. കൗൺസിലിൽ നിന്നുള്ള അംഗങ്ങളില്ല, പകരം നിയമസഭയിൽ നിന്നുള്ളതുള്ളൂ. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടല്ലോ, നിയമസഭകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കേ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ രാജ്യസഭ, ലോകസഭ, നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്നാൽ ഉപരാഷ്ട്രപതി ആണെന്നുണ്ടെങ്കിൽ നിയമസഭ ഇല്ല, പകരം ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾ, അവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമാണോ എന്നൊന്നും നോക്കില്ല, മുഴുവൻ അംഗങ്ങൾക്കും, ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്നിട്ടാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അതും കിട്ടിയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ബേസിക് ആയി പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസുകൾ വായിക്കാം. ഓരോരോ ക്വസ്റ്റ്യൻസുകൾ വായിക്കുമ്പോൾ എക്സ്ട്രാ വല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി അതിൻ്റെ ഒപ്പം പറഞ്ഞു പോകാം. ഒന്നാമത്തെ ചോദ്യം, സെഫോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെഫോളജി നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് തന്നെ പറഞ്ഞതായിരുന്നു അല്ലെ, സെഫോളജി. മറക്കരുത് ആ വാക്ക്. സെഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലക്ഷനുമായി ബന്ധപ്പെട്ട പദമാണ് സെഫോളജി എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന പഠനശാഖയാണ് സെഫോളജി എന്ന് പറയുന്നത്. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ജെറിമാൻഡറിംഗ് എന്നാണ്. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ പറയുന്ന പേര് ജെറിമാൻഡറിംഗ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് എന്നാണ്? 1951, 52 അല്ലെ. 51 മുതൽ 52 വരെ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് അല്ലെ. എല്ലാ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കണമല്ലോ. എല്ലായിടത്തും ഒറ്റയടിക്ക് ഒരുമിച്ചല്ലല്ലോ ഇലക്ഷൻ. ഒരു സംസ്ഥാനത്തിലെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സംസ്ഥാനത്തിൽ, അങ്ങനെയല്ല ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 51 മുതൽ 52 വരെയുള്ള സമയത്താണ് ആദ്യത്തെ ഇലക്ഷൻ നടന്നത്. നമ്മൾ 1951മായി ബന്ധപ്പെട്ട എല്ലാ വർഷങ്ങളും പഠിച്ചാണ്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്താണ് ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഫിനാൻസ് കമ്മീഷൻ, അതേപോലെ തന്നെ 5 ഇയർ പ്ലാന്, ആദ്യത്തെ അമെൻമെന്റ്, അതേപോലെ തന്നെ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. ആ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1951 സി എന്ന് പറയുമ്പോൾ CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരുന്നു ആദ്യത്തെ പേര്. ഇപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. CSO നിലവിൽ വന്നത് 1951. അതേപോലെ തന്നെ ആദ്യത്തെ സെൻസസ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നതും 1951. എന്ന് പറയുമ്പോൾ ആദ്യത്തെ എലക്ഷൻ അല്ലെ. ആദ്യത്തെ എലക്ഷനും അതേപോലെ തന്നെ 356 പ്രകാരം ആദ്യമായിട്ട് എമർജൻസി പ്രഖ്യാപിച്ചത് നമ്മുടെ പഞ്ചാബിൽ 356 പ്രകാരം, ആർട്ടിക്കിൾ 356 പ്രകാരം എമർജൻസി പ്രഖ്യാപിച്ചതും 1951. അപ്പൊ എലക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ 1951 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. നമുക്കൊരു ഫേസ് കിട്ടിയില്ലേ. അപ്പൊ ഫേസുമായി ബന്ധപ്പെട്ട് 1951 എല്ലാ വർഷവും പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ 1951 എലക്ഷൻ. 51 മുതൽ 52 വരെയാണ്
ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. അടുത്ത ചോദ്യം, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഇലക്ടറൽ കോളേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന്? തെരഞ്ഞെടുക്കാൻ വേണ്ടി ഇലക്ടറൽ കോളേജ് വഴിയാണ് അല്ലെ തെരഞ്ഞെടുക്കുക. അതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 54 54 ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത്. 58 നമ്മുടെ രാഷ്ട്രപതിയുടെ യോഗ്യതകളെ കുറിച്ച് പറയുന്നത്. നമുക്ക് രാഷ്ട്രപതി പഠിക്കുമ്പോൾ പഠിക്കാം. 54 രാഷ്ട്രപതിയുടെ യോഗ്യതകൾ, 54 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് ഈ ഇലക്ടറൽ കോളേജിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 54 58 രാഷ്ട്രപതിയുടെ യോഗ്യതകളെ കുറിച്ചും പറയുന്നത്. അടുത്ത ചോദ്യം, ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലുള്ള അംഗങ്ങളെയാണ്? ഏത് സഭയിലുള്ള? പാർലമെന്റിലെ ഏത് സഭയിലെ? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോകസഭയും രാജ്യസഭയുമാണ് അല്ലെ. അപ്പൊ ഇതിലെ ഏത് സഭയിലേക്കുള്ള അംഗങ്ങളെയാണ് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നത്? ലോകസഭ. രാജ്യസഭയിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. നേരിട്ട് തെരഞ്ഞെടുക്കുന്നത്, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് ലോകസഭയിലേക്കാണ് നടക്കുന്നത്. അടുത്ത ചോദ്യം, ലോകസഭയിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി എന്താണെന്ന്? ലോകസഭയിലേക്കും നിയമസഭയിലേക്കും നമ്മൾക്കറിയാം പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ അതിൽ തന്നെ വേറൊരു രീതിയുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഭൂരിപക്ഷം വേണം. അതായത് പകുതിയിൽ കൂടുതൽ വോട്ട് ലഭിക്കണം. 50% കൂടുതൽ വോട്ട് ലഭിക്കണം എന്നില്ല. എത്ര വോട്ട് ലഭിക്കുന്നു അല്ലെ, അതിൽ ആർക്കാണോ കൂടുതൽ. ഇപ്പൊ 2 സ്ഥാനാർത്ഥി മത്സരിച്ചു, 2 സ്ഥാനാർത്ഥിയിലും ആർക്കാണോ വോട്ട് കൂടുതൽ അയാൾ ജയിച്ചു. ഇപ്പോൾ 5 സ്ഥാനാർത്ഥി മത്സരിച്ചു, 5 സ്ഥാനാർത്ഥികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ ലഭിച്ചത് അയാൾ ജയിച്ചു. അല്ലാതെ ഇത്ര % വോട്ട് കിട്ടണം അല്ലെ, അങ്ങനെ ഒരു ഇതില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയാം. ഭൂരിപക്ഷം കിട്ടിയ ആള്, ഉള്ള വോട്ടിൽ ആർക്കാണോ കൂടുതൽ വോട്ട് അയാൾ ജയിക്കും. അതിനെയാണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ലോകസഭയിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കുന്നത്, ലോകസഭയിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന സമ്പ്രദായം അടിസ്ഥാനമാക്കിയാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? 18 വയസ്സാണ് അല്ലെ കുറഞ്ഞ പ്രായം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യാൻ ഗവർണർക്ക് പറ്റില്ല, അത് രാഷ്ട്രപതി തന്നെ വരണം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഹോൾഡ് അല്ലെ, കുറച്ചും കൂടി നല്ല പവർ ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും വന്നിട്ട് നീക്കം ചെയ്യാനേ പറ്റുള്ളൂ, രാഷ്ട്രപതി വന്നിട്ടേ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി തന്നെയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്, നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവുമ്പോൾ നിയമിക്കുന്നത് ഗവർണർക്ക് നിയമിക്കാൻ സാധിക്കും, പക്ഷെ നീക്കം ചെയ്യണമെങ്കിൽ രാഷ്ട്രപതി തന്നെ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കണം. നിയമിക്കുന്നത് ഗവർണറാണ്, പക്ഷെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയായിരിക്കും. ഇനി അടുത്ത ചോദ്യം, ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം. നമ്മൾ ഈ പ്രായം പറഞ്ഞതാണ് അല്ലെ. ഏറ്റവും ടോപ്പിൽ ആരാണ്? രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും 35 വയസ്സ്. തൊട്ട് താഴെ രാജ്യസഭാ അംഗങ്ങൾക്ക് 35-ൽ നിന്നും 5 കുറയ്ക്കാം 30 വയസ്സ്. അതിന് താഴെ ലോകസഭയും നിയമസഭയും എത്ര വയസ്സാണ്? 25 വയസ്സ്. ലോകസഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിക്കണമെങ്കിൽ കുറഞ്ഞ പ്രായം 25 വയസ്സ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ 21 വയസ്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ 21 വയസ്സ് മതി. വോട്ട് ചെയ്യാനാണെങ്കിൽ 18 വയസ്സും. ഓക്കെ അല്ലേ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശം ഏതാണ്? നോട്ട അല്ലെ, നൺ ഓഫ് ദി എബോവ്. കണ്ടിട്ടില്ലേ നൺ ഓഫ് ദി എബോവ്? നമുക്ക് എല്ലാവരും തിരസ്കരിക്കാം. ഞാൻ ആർക്കും വോട്ട് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. അതിനുള്ള അവകാശം ആർക്കുണ്ട്? ഓരോ വോട്ടർമാർക്കുമുണ്ട്. അപ്പൊ ആ അവകാശമാണ് നോട്ട എന്ന് പറയുന്നത്. നോട്ട, നൺ ഓഫ് ദി എബോവ് എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത, എല്ലാവർക്കും വന്ന് മത്സരിക്കാൻ പറ്റില്ല അല്ലെ, ഇത്ര വിദ്യാഭ്യാസ യോഗ്യത വേണം എന്ന് നിർബന്ധമാക്കിയത് ആരാണ്? രാജസ്ഥാനാണ് ആദ്യമായിട്ട് നിർബന്ധമാക്കിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ വീട്ടിൽ ശൗചാലയം വേണമെന്ന്
വ്യവസ്ഥ കൊണ്ടുവന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നവരുടെ വീട്ടിൽ നിർബന്ധമായിട്ടും ശൗചാലയം, കാരണം ബീഹാറിലൊന്നും മിക്ക വീടുകളിലും ശൗചാലയം ഇല്ല, അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ വീട്ടിൽ ശൗചാലയം വേണം എന്ന് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധമാക്കിയത്, നിയമം മൂലം നിർബന്ധമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിർബന്ധമായും വോട്ട് ചെയ്തിരിക്കണം എന്ന നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അപ്പൊ 3 സംസ്ഥാനങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഫസ്റ്റ് തന്നെ വിദ്യാഭ്യാസ യോഗ്യത, അല്ലെ? നിർബന്ധമായിട്ടും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ വീട്ടിൽ ശൗചാലയം വേണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്ന സംസ്ഥാനം, ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിയമം മൂലം നിർബന്ധമാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. കിട്ടിയോ 3 സംസ്ഥാനങ്ങളും? ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാൻ സാധിക്കും? പരമാവധി 2 മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കണം, അത് ചിലർക്കെങ്കിലും അറിയാത്ത കാര്യമായിരിക്കും. ഒരാൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാൻ സാധിക്കും. ഇനി ഇന്ത്യൻ ഭരണഘടന തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വ്യവസ്ഥകൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമത്തിൽ നിന്നാണ്? ഏത് ബ്രിട്ടീഷ് നിയമമാണെന്നാകുമ്പോൾ ബ്രിട്ടീഷുകാരുടെ നിയമത്തിലേക്കൊന്നും പോകണ്ട. അവർ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പൊ ബ്രിട്ടീഷ് നിയമം എന്നൊക്കെ പറയുമ്പോൾ ദൈവമേ അതേത് നിയമമാണെന്നൊക്കെ വിചാരിക്കും. വേറെ ഒരു നിയമമല്ല, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. വോട്ടിംഗ് സ്ഥലത്ത് മദ്യനിരോധനം നിലവിൽ വരുന്നത് എപ്പോഴാണ്? അതായത് നമ്മൾ കലാശക്കൊട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് പ്രചരണം അവസാനിപ്പിക്കണം അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ 48 മണിക്കൂർ മുമ്പ് പിന്നെ അവിടെ മദ്യനിരോധനം ഏർപ്പെടുത്തും. മദ്യപിക്കാൻ, പൊതുസ്ഥലങ്ങളിൽ ഇരുന്ന് മദ്യപിക്കാനോ മദ്യം വിൽക്കാനോ വാങ്ങാനൊന്നും പാടില്ല. എല്ലാ ബിവറേജുകളും മുടക്കായിരിക്കും. അപ്പൊ 48 മണിക്കൂറാണ്. 48 മണിക്കൂർ വോട്ടിംഗ് സ്ഥലത്ത് മദ്യനിരോധനം നിലവിൽ വരുന്നത് എപ്പോഴാണ്? 48 മണിക്കൂർ മുമ്പാണ് മദ്യനിരോധനം നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്? 9ാമത്തെ ഭാഗത്തിലാണ്. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞത് നമ്മുടെ എവിടെയൊക്കെയുള്ളതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് ഇലക്ഷൻ നടക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണ്? ഭാഗം 9 അല്ലെ? ഭാഗം 9ലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യമുള്ളത്. നമ്മൾ ആർട്ടിക്കിൾ പറഞ്ഞപ്പോൾ അത് പറയാൻ മറന്നിരുന്നു. നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിള് 324 അല്ലെ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 324. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളോ ആ 324 3 ഉണ്ടല്ലോ. ഫസ്റ്റത്തെ 3 അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഫ്രണ്ടിൽ ഇട്ട് കൊടുത്താൽ മതി. ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവന്നിട്ട്, ഫ്രണ്ടിലല്ല, ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് കൊടുത്താൽ മതി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 324 അല്ലെ? 324. അപ്പൊ 324 ആ 3 പിടിച്ചിട്ട് അവിടെ നിന്ന് പിടിച്ചിട്ട് നേരെ ഏറ്റവും ബാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എത്രയായി? 243. ആർട്ടിക്കിൾ 243 കെ എന്നും കൂടിയും പറയണം. ഇലക്ഷൻ, ഇലക്ക് അവിടെ എന്നുള്ള ശബ്ദം വരുന്നില്ലേ? ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എന്നുള്ള ശബ്ദം വരുന്നുണ്ട് അല്ലെ? അപ്പൊ ആ വെച്ചിട്ട് കെ എന്ന് ഓർത്താൽ മതി. അപ്പൊ 243 കെയിലാണ് നമ്മുടെ എന്തിനെ കുറിച്ച് പറയുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? 243 കെ എന്ന് പറഞ്ഞ ആർട്ടിക്കിളിലാണ്. ഇനി ഏത് ഭാഗത്തിലാണെന്ന് ചോദിച്ചാൽ, എത്രാമത്തെ ഭാഗത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 9 ആണ്. ഭാഗം 9. അതായത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്, ഭാഗമാണ്. ഭാഗം 9. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പി അല്ലേ? പീനെ നമ്മൾ ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് നോക്കി, അത് 9 മാറിയില്ലേ? പി എന്നുള്ളത് ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ എന്തായി മാറി? അത് 9 മാറും അല്ലേ? അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഭാഗം 9ലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് 15ആണ്. ഭാഗം ആർട്ടിക്കിൾ 324 ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 15ാമത്തെ ഭാഗമാണ്. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരുന്ന ഭാഗം 9ആണ്. ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 243 കെ ആണ്. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗം 15ആണ്. ഭാഗം 15ആണ്. ആർട്ടിക്കിൾ ഏതാണ്? 324 മുതൽ 329 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ഇന്ത്യയുടെ പ്രസിഡന്റായി രാജേന്ദ്ര പ്രസാദിനെ 1950 ജനുവരി 24 ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത് ആരാണെന്നാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെ, ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് രാഷ്ട്രപതിയെ അന്ന് ആയിട്ട് രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തത്. കാരണം എലക്ഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 58 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 54 പറയുന്നത് ഇലക്ടറൽ കോളേജിനെ കുറിച്ചിട്ട്, അതായത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് 54 പറയുന്നത്. ഇനി തെരഞ്ഞെടുക്കാൻ വേണ്ട യോഗ്യതകളെ കുറിച്ചിട്ടാണ് 58 പറയുന്നത്. 54 പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട്, അതായത് ഇലക്ടറൽ കോളേജിനെ കുറിച്ച് 54 പറയുന്നു. തെരഞ്ഞെടുക്കാനുള്ള യോഗ്യതകളെ കുറിച്ചിട്ട് 58 പറയുന്നു. നോട്ട ഉൾപ്പെടുത്തി ആദ്യമായി 2013 തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനങ്ങൾ. അപ്പൊ നോട്ട ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് 2013 അതുകൊണ്ട് ശ്രദ്ധിക്കണം. 2013 നോട്ട ആദ്യമായി. നോട്ട എന്താണ്? നൺ ഓഫ് ദി എബോവ് അല്ലെ. നമുക്ക് ആർക്കും വോട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട സെലക്ട് ചെയ്യാം. അപ്പൊ നോട്ട ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് 2013. ആ നോട്ട ട എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ തന്നെ അതിലൊരു 3 കിടക്കുന്നില്ലേ? നോട്ട എന്ന് എഴുതുമ്പോൾ അവിടെ ഒരു 3 കിടക്കുന്നുണ്ടല്ലേ. അപ്പൊ 2023 അല്ലാന്ന് എന്തായാലും അറിയാം അല്ലെ. 2013 നോട്ട ഉൾപ്പെടുത്തിയത്. അപ്പൊ നോട്ട ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയ 2013 ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് മധ്യപ്രദേശ്, രാജസ്ഥാന്, മിസോറാം, ഛത്തീസ്ഗഡ്. ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, രാജസ്ഥാന്, മിസോറാം, ഛത്തീസ്ഗഡ്. അതായത് നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. അതായത് നമ്മൾ നോട്ട തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നോട്ട തിരഞ്ഞെടുക്കാൻ നമ്മൾ ആർക്കും വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രാജ്യത്ത് എല്ലാവരും മദ്യപിച്ചിട്ട് കുറെ പേരൊക്കെ ചത്തുപോയി, കുറെ പേരൊക്കെ മിസ്സായി. അതുകൊണ്ട് നമ്മൾ ഇനി ഒരു രാഷ്ട്രീയക്കാരെയും ഒരു ഭരണാധികാരിനെയും തെരഞ്ഞെടുക്കുന്നില്ല, നമ്മൾ നോട്ട വോട്ട് ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ആ കോഡിന് വേണ്ടി പറയുന്നതാണ്. എന്താണ്? രാജ്യത്ത് എല്ലാവരും മദ്യപിച്ചിട്ട് ചത്തുപോയില്ലേ, രാജ്യത്ത് ഉള്ള ജനങ്ങളൊക്കെ മദ്യപിച്ചിട്ട് ചത്തുപോയി, പിന്നെ കുറെ പേരൊക്കെ മിസ്സായി. അതുകൊണ്ട് ഇനി ആർക്കും നമ്മൾ വോട്ട് ചെയ്യുന്നില്ല, നോട്ട ചെയ്യുന്നുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്? രാജ്യത്ത് അല്ലെ, രാജ്യത്ത് എന്നതിൽ നിന്നും രാജസ്ഥാന്, മദ്യപിച്ചിട്ട് അപ്പൊ മധ്യപ്രദേശ്, ചത്തുപോയി എന്നതിൽ നിന്നും ഛത്തീസ്ഗഡ്, പിന്നെ കുറെ പേരൊക്കെ മിസ്സായി പോയില്ല, മിസോറാം. അപ്പൊ ഈ 4 സംസ്ഥാനങ്ങളിലാണ് 2013 നോട്ട ഉൾപ്പെടുത്തിയത്. അപ്പൊ 2013 നോട്ട ഉൾപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മധ്യപ്രദേശ്, പിന്നെ ഒന്ന് രാജസ്ഥാന്, പിന്നെ ഒന്ന് ഛത്തീസ്ഗഡ്, പിന്നെ മിസോറാം. മറന്നു പോകരുത്, ഈ 4 സംസ്ഥാനങ്ങളിലാണ് 2013 നോട്ട ഉൾപ്പെടുത്തിയത്. നോട്ട നിയമമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ്. നോട്ടേനെ നിയമമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതും 2013 തന്നെയാണ്. നോട്ടയെ നിയമമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതും 2013 തന്നെയാണ്. ഡേറ്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചാലും മറന്നുപോകും. അപ്പൊ 2013 ഓർക്കുക. ആ നോട്ട ടാന്ന് എഴുതുമ്പോൾ ഒരു 3 ഉണ്ട് അല്ലെ, ആ ടായിൽ തന്നെ അങ്ങനെ ചിന്തിച്ചാൽ മതി. 2013 നോട്ടയെ നിയമമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2003 നോട്ട ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, രാജസ്ഥാന്, ഛത്തീസ്ഗഡ്, മിസോറാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്? ആർക്കൊക്കെയാണ്? അതായത് നിയമസഭയിലെയും ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾക്ക് പച്ച നിറത്തിലുള്ള ബാലറ്റ് പേപ്പറാണ് നൽകുന്നതെങ്കിൽ, ഈ നമ്മുടെ നിയമസഭയിലെ അംഗങ്ങൾക്ക് നൽകുന്നത് പിങ്ക് നിറത്തിലുള്ള ബാലറ്റ് പേപ്പറാണ്. ലോകസഭ, രാജ്യസഭ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് അംഗങ്ങളാണ് അല്ലെ, എം പിമാരാണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. അപ്പൊ അവർക്ക് നൽകുന്നത് പച്ച നിറത്തിലുള്ളത്, ഗ്രീൻ നിറത്തിലുള്ള ബാലറ്റ് പേപ്പർ ആണ്. എന്നാൽ നിയമസഭാ അംഗങ്ങൾക്ക് നൽകുന്നത് പിങ്ക് നിറത്തിലുള്ള ബാലറ്റ് പേപ്പർ ആണെന്ന് ഓർത്തിരിക്കുക. അതിനിടെ നമ്മളൊരു ചോദ്യം വിട്ടുപോയി. നോട്ടയുടെ പ്രതീകം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് ആണ് ഈ നോട്ടയുടെ ഡിസൈൻ അല്ലെങ്കിൽ നോട്ടയുടെ ചിഹ്നം ഡിസൈൻ ചെയ്തതെന്ന് ഓർത്തിരിക്കുക. ഇനി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം നമ്മൾ പറഞ്ഞതാണ് 35 വയസ്സ്.
രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും അതായത് ലോകസഭയും രാജ്യസഭയും ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും, അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടതല്ല, ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നിട്ടാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അടുത്ത ചോദ്യം, സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം. ഏത് അനുച്ഛേദമാണ്? ആർട്ടിക്കിൾ 326. PSC ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിക്കിൾ അത് തന്നെയാണ്. ആർട്ടിക്കിൾ 326 ആണ്. 324 പറഞ്ഞു, നമ്മൾ 325 പറഞ്ഞു. 325 വോട്ടർ പട്ടികയാണ്. 326 എന്താണ്? 326 പ്രായപൂർത്തി വോട്ടവകാശമാണ്. 327 തൊട്ടിട്ട് പിന്നെ അവകാശങ്ങളും അധികാരങ്ങളാണ് അല്ലെ. അതായത് 327 ഒരു നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് പറയുന്നു. 328 നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ആ സംസ്ഥാനത്തെ നിയമസഭയ്ക്ക് അധികാരമുണ്ടെന്ന് പറയുന്നു. ഇനി 329 ആണെങ്കിൽ ഈ ഇലക്ഷനിൽ നിന്നും കോടതിയുടെ ഇടപെടൽ തടയുന്നത്, തെരഞ്ഞെടുപ്പിൽ കോടതിയുടെ ഇടപെടൽ തടയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 329 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 1951 ഒക്ടോബർ 25 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ പോളിംഗ് ബൂത്ത് ഏതാണ്? നമുക്കറിയാം ഹിമാചൽ പ്രദേശിലാണ് ആദ്യത്തെ ഇലക്ഷൻ നടന്നത്, നമുക്കറിയുന്ന കാര്യമാണ്. ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ പോളിംഗ് ബൂത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കൽപ്പയാണ്. കൽപ്പ എന്ന ഹിമാചൽ പ്രദേശിലെ കൽപ്പ എന്ന ബൂത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ പോളിംഗ് ബൂത്ത് എന്ന് പറയുന്നത്. ഇനി യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ ഉറപ്പാക്കുന്നത് എന്താണ്? അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ എന്താണ് നമുക്ക് ഉറപ്പാക്കുന്നത്? നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് അവിടെ ഉറപ്പാക്കുന്നത്. ആ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ എക്സാമിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് അവിടെ ഉറപ്പ് നൽകുന്നത്. പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ നമുക്ക് ഉറപ്പ് നൽകുന്നത് നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏത് തരം തെരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ്? നാം പറഞ്ഞല്ലോ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പരോക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ആരും തന്നെ വോട്ട് ചെയ്യാൻ അല്ലെ, നമ്മുടെ പ്രസിഡന്റിന്റെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ നമ്മളൊന്നും തന്നെ പോകാറില്ല. അപ്പൊ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പരോക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ്. ഇന്ത്യയിൽ രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവിടങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പരോക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇന്ത്യയിൽ ലോകസഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയിലാണ്. മായ്ക്കാനാവാത്ത മഷി ഉപയോഗിച്ച് ആദ്യമായി ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മഷി പുരട്ടി തരും അല്ലെ. അത് ആദ്യ കാലത്തൊക്കെ സിമ്പിളായിട്ട് മായ്ച്ചു കളയാൻ പറ്റുന്നതായിരുന്നു. അപ്പൊ ഈ മായ്ച്ചു കളയാൻ പറ്റാത്ത മഷി ഉപയോഗിച്ച് ആദ്യത്തെ ലോക്സഭാ ഇലക്ഷൻ നടന്നത് 1962ലാണ് ആദ്യം നടന്നത്. തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിയോ മുന്നണിയോ ആകെ സീറ്റുകളുടെ വലിയ പങ്ക് നേടുകയും എതിർ കക്ഷി നാമമാത്രമായി മാത്രം വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് മൃഗീയ ഭൂരിപക്ഷം എന്നാണ് പറയുന്നത്. മൃഗീയ ഭൂരിപക്ഷം. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനൊക്കെ നമ്മുടെ BJPക്ക് മൃഗീയ ഭൂരിപക്ഷമാണെന്ന് പറയാൻ സാധിക്കും അല്ലെ. കാരണം ഭൂരിപക്ഷം സീറ്റുകളും ആർക്ക് ലഭിക്കാണ്? BJPക്ക് ലഭിക്കാണ്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയും? മൃഗീയ ഭൂരിപക്ഷം എന്ന് നമ്മൾ പറയും. ഇനി നോട്ടയുടെ പ്രതീകം ഏർപ്പെടുത്തിയ വർഷം. നോട്ടയ്ക്ക് പ്രതീകം ഏർപ്പെടുത്തിയത് 2015 നോട്ട നമ്മുടെ സുപ്രീം കോടതി നിയമം മൂലം പ്രഖ്യാപിച്ചത് 2013 നോട്ട ഉൾപ്പെടുത്തിക്കൊണ്ട് 4 സംസ്ഥാനങ്ങളിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നതും 2013 അല്ലെ. എന്നാൽ നോട്ടയ്ക്ക് പ്രതീകം കൊണ്ടുവന്നത് 2015 ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവും നിലവിൽ വന്നിട്ടുണ്ട് 1950 ജനുവരി 26. ഇന്ത്യയിൽ ജനുവരി 25 സമ്മതിദായക ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം. ഏത് വർഷം തൊട്ടാണ് ജനുവരി 25 സമ്മതിദായക ദിനമായി ആചരിച്ചു തുടങ്ങിയത്? 2011 മുതലാണ് അല്ലെ. നമ്മൾ പറഞ്ഞു 1950 ജനുവരി 25 നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ജനുവരി 25 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നു അല്ലെങ്കിൽ എന്തായിട്ട് ആചരിക്കുന്നു? സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നു. എന്ന് മുതൽ 2011 മുതൽ.
ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം. ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്ന പരമാവധി വോട്ടിന്റെ എണ്ണം 3840 ആണ്. 3840 വോട്ടുകളാണ് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പരമാവധി രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പൊ ഇപ്പൊ എലക്ഷൻ നടന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റിൽ തരുമ്പോൾ നമുക്ക് ആ സമയത്ത് കുത്തണ്ടേ എന്നുള്ളൊരു സംശയം വരും, ഒരു പേടി വരും അല്ലെ. അപ്പൊ 3840 വോട്ടുകളാണ് ഒരു വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ സാധിക്കുക. നോട്ട നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? നോട്ട നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ആര്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും അത് പ്രസിദ്ധീകരിക്കുന്നതും ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രസിദ്ധീകരിക്കുന്നത്. വോട്ടർ പട്ടികയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? വേഗം പറഞ്ഞു ആൻസർ. നമ്മൾ പറഞ്ഞതാണ് വോട്ടർ പട്ടികയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 325 ആണ്. തെരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന പഠനശാഖ സെഫോളജി. നമ്മൾ തുടങ്ങിയത് സെഫോളജിയിൽ നിന്നും നമ്മൾ അവസാനിച്ചതും സെഫോളജിയിൽ നിന്നും. അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ വായിച്ചു. നമുക്ക് ഒരുവിധമൊക്കെ അറിയുന്ന ചോദ്യങ്ങളാണ്. അറിയാത്ത കുറച്ച് ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റിൽ കയറി വരും. അതുകൊണ്ടാണ് ഈ ബുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അത്ര പ്രാധാന്യം നൽകാതെ പഠിക്കും, പക്ഷെ എന്താണ് വളരെയധികം പ്രാധാന്യമുള്ള ബുക്കാണ്. നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ക്ലാസ് കേട്ടു എന്ന് വെച്ചാൽ നമുക്കൊരു നഷ്ടമില്ല. കാരണം ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ അത്ര അധികം പ്രാധാന്യമുള്ള ബുക്കാണ്. PSC ബുള്ളറ്റിൻ ഇറക്കുന്ന ഇത്തരത്തിലുള്ള 65ാം വാർഷിക വിശേഷാൽ പതിപ്പാണ്. അതേപോലെ ഇത്തരത്തിൽ ഇറക്കുന്ന പല ബുക്കുകളും വളരെയധികം നമ്മൾ പ്രത്യേകം ശ്രദ്ധ നൽകി പഠിക്കേണ്ട ബുക്കുകളാണ്. പലപ്പോഴും നമ്മൾക്ക് അറിയാത്ത ഫാക്ടുകൾ കയറി വരുന്നത് ഇത്തരത്തിലുള്ള ബുക്കുകൾ, ഇങ്ങനത്തെ ബുക്കുകളിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങളാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമന്റിൽ കൂടി അറിയിക്കുക. കമന്റ് വായിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് വീണ്ടും പറയുന്നു. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.